അമ്മ ഉണ്ടാക്കുന്ന ഒരു നെറ്റിപ്പട്ടങ്ങളൊക്കെ കാണാൻ വന്നതാണ്. എനിക്ക് തോന്നുന്നത് തൃശ്ശൂരും തൃപ്പൂണിത്തുറയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. നൂലിന്റെ വെക്കുന്ന ആൾക്കാർ നെറ്റിപ്പടത്തിന്റെ ആൾക്കാർ പറയും നൂല് വെക്കാൻ മിക്കവരും പറയും. വെറും ചിലരൊന്നും ഇഷ്ടമുള്ള വെച്ചാൽ പറയും. അതായത് അമ്മൂമ്മ ഇരുന്ന് വറക്കണ പോലെ എനിക്ക് ഒരിക്കലും വറക്കാൻ പറ്റില്ല. മയിൽപ്പീടിയുടെ നാര് കൊണ്ട് ആദ്യം ഒരു ലെയർ ഇട്ട് അതിന് മുകളില് മയിൽപ്പീടി വെച്ച് പോകണം. അത് വളരെ ശ്രമകരമായ ഒരു പരിപാടിയാണ്. അമ്മൂമ്മയ്ക്ക് അത്ര ക്ഷമയുണ്ട്, അതിനോട് താല്പര്യം ഉണ്ടായി ചെയ്തുകൊണ്ട് വളരെ വേഗത്തില് എത്ര ദിവസം എടുക്കും ഒരു നെറ്റിപ്പട്ട ഉണ്ടാക്കാൻ വേണ്ടി? ഒരു വലിയ നെറ്റിപ്പട്ടം 2 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു കൊടുക്കും. അമ്മൂമ്മ ചെയ്യണോണ്ട് കുറെ പണി നമുക്കും ലാഭമാണ്. കാരണം വളരെ ക്ഷമ വേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അമ്മക്ക് ഇത്ര പ്രായമായി ഇനി ചെയ്യണ്ടാന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറയോ? അത് പറഞ്ഞ് ഞാൻ കേൾക്കണ്ടേ. എല്ലാ വർക്കുകളും ചെയ്യുമ്പോൾ നെറ്റിപ്പട്ടായാലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മൂമ്മ ചിലപ്പോൾ ഇവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ടോ, അപ്പൊ അമ്മൂമ്മ ചിലപ്പോൾ അവിടെ ഒരു ഭാഗത്ത് വളഞ്ഞിട്ടുണ്ടോ എന്ന് പറയും. അമ്മക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല തോന്നുന്നു. അല്ല, എന്തെങ്കിലും കൈ വിറ്റ് എന്തെങ്കിലും ഇതിന്റെ വേസ്റ്റൊക്കെ വരുന്ന പുസ്തകം എടുത്ത് ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. അങ്ങനെ കളിക്കാൻ ഉണ്ടാക്കി വെക്കും. നമ്മൾ എത്ര ചെയ്യണം എന്ന് പറഞ്ഞാൽ അമ്മൂമ്മ കേൾക്കില്ല. ഞാൻ പറഞ്ഞ പോലെ പശ കയ്യിലാവുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അമ്മൂമ്മ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതിന്റെ തെറ്റുകളൊന്നും വരാറില്ല. നന്നായി തന്നെ വൃത്തിയായിട്ട് തന്നെ ചെയ്യും. വെറുതെ ഇരിക്കാനേ ഇഷ്ടമില്ലാത്ത 82 വയസ്സുള്ള നമ്മുടെ സരസ്വതി അമ്മ ഉണ്ടാക്കുന്ന നെറ്റിപ്പട്ടം കാണാൻ വന്നതാണ്. അമ്മ നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ്. നമസ്കാരം. അമ്മ ഉണ്ടാക്കുന്ന ഒരു നെറ്റിപ്പട്ടങ്ങളൊക്കെ കാണാൻ വന്നതാണ്. എനിക്ക് തോന്നുന്നത് തൃശ്ശൂരും തൃപ്പൂണിത്തുറയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ അമ്മ ഇങ്ങനെ നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ കുറച്ച് വാർത്തകളും അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അമ്മ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നിയോ? അമ്മക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഇഷ്ടല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം. അങ്ങനെ എങ്ങനെ ഈ നെറ്റിപ്പട്ടത്തിലേക്ക് എത്തിയത്? അത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ കൊച്ചുമോൻ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവനൊന്ന് മനസ്സിലാക്കി പഠിച്ചതാണ്. ആള് നെറ്റിപ്പട്ട ഉണ്ടാക്കുക എല്ലാം ചെയ്യും. അപ്പൊ ഈ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരാളാകുമ്പോഴത്തേനും ഈ നെറ്റിപ്പട്ടം തന്നെ ചൂസ് ചെയ്തത് എന്താണെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അങ്ങനെയതില്ല, നെറ്റിപ്പട്ടം പിന്നെ ആലവട്ടം അതൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ അമ്മ ചെയ്തതാ? ഇത് ഞാൻ ചെയ്യില്ല. അതില് പീലിയൊക്കെ വേണമെങ്കിൽ വെച്ചു കൊടുക്കാനൊക്കെ പീലി പണിയൊക്കെ അറിയാം. മറ്റൊക്കെ ചെയ്യും. ഒരുപാട് നെറ്റിപ്പട്ടങ്ങളില്ലേ? എനിക്കൊന്ന് 3 തരത്തിലുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ നാഗപടം, ചൂരൽപ്പുളി, വണ്ടോട്. അപ്പൊ അമ്മക്ക് ഏതാ കുറച്ചുകൂടി ചെയ്യാനായിട്ട് എളുപ്പം? ചെയ്യാനെളുപ്പം ഏതായാലും നാഗപടായാലും ഇങ്ങനെ മുത്ത് ബോൾ വെച്ചിട്ട് ചെയ്യണതായാലും സുഖം തന്നെയാണ്. ഒന്നുണ്ട് നമ്മളെ ഇഷ്ടത്തിനല്ലോ, അത് ആവശ്യക്കാർക്ക് എങ്ങനെയാ വേണ്ടച്ചാ അത് അവരെന്തോ ചെയ്യണം അതുപോലെ ചെയ്യും. ആദ്യമൊക്കെ ഈ സുഹൃത്തുക്കൾക്കൊക്കെയാണോ നെറ്റിപ്പട്ടം ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ആളുടെ സുഹൃത്തുക്കൾക്കൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത്? ഇപ്പോഴും ഏതാണ്ട് ഞാൻ അവനൊക്കെ അതൊരു ചെയ്തുകൊണ്ട് തന്നെ പോകുന്നു. അവന് ജോലി ഉണ്ടല്ലോ, മേളൊക്കെ ആകുമ്പോ ഒഴിവില്ല അങ്ങനെ കൊടുക്കും. കൂടുതൽ അമ്പലങ്ങളിലേക്കാണോ കൂടുതൽ ആവശ്യക്കാര് വന്ന് മേടിച്ചിട്ട് പോവാ? അമ്പലങ്ങളിലേക്കും വരണ്ട, പിന്നെ ദൂരത്തെ സ്ഥലത്തേക്ക് വരണ്ട്. ചെന്നൈ, ദുബായില്, ലണ്ടനിൽ അവിടേക്കൊക്കെ വരുന്നുണ്ട്. പുറത്തേക്കും കൊടുക്കുന്നുണ്ട് അല്ലേ? എങ്ങനെ ഇതിന്റെ ഓരോ കണക്കുകളൊക്കെ ഇല്ലേ ഈ ചന്ദ്രക്കല വെക്കുന്നതിനും? അത് അതിന്റെ അളവനുസരിച്ച് വെച്ച് പോണു. ഇത്ര എണ്ണം ചെറുതിന് 1.5 അടി കണക്കല്ലേ, 5 അടി 6 അടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് ഈ ചന്ദ്രക്കല വരും. ഓരോന്ന് തുടക്കം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അറിവില്ല ഇതിനെ പറ്റി. പക്ഷെ ഓരോന്ന് തുടങ്ങുന്നത് താഴ്ത്തുന്നാണ് തുടങ്ങുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. താഴ്ത്തുന്നതിനെ തുടങ്ങും. ഇതിനുള്ള സാധനം ചുറ്റും ഇത് വെക്കും, ബോള് വെക്കും. ഈ വരി വെക്കുന്നില്ലേ, ഇത് ചുറ്റും വെച്ച് വരും. ഇതിന്റെ ബേസ് ഒക്കെ ഉണ്ടാക്കുന്ന അമ്മ തന്നെയാണോ? ഞാനും ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരും മക്കളും ഒഴിവുള്ള പോകുന്നുണ്ടെങ്കിൽ എല്ലാരും കൂടി ഉണ്ടാക്കുക. എത്ര ദിവസം എടുക്കും ഒരു നെറ്റിപ്പട്ട ഉണ്ടാക്കാൻ വേണ്ടി? അത് സ്പീഡിൽ ചെയ്യണ ഒരു മോളുണ്ട്. ഒരു വലിയ നെറ്റിപ്പട്ടം 2 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു കൊടുക്കും. ഞങ്ങളുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പറയണതേ കിട്ടണ്ട, അയ്യോ പ്രായമായി വയ്യ എഴുന്നേക്കാൻ വയ്യ. അല്ല, ഓട്ടി നടക്കാൻ വയ്യാന്നേ ഉള്ളൂ. പണി കിട്ടുക എങ്ങനെ എന്തെങ്കിലും ചെയ്തിരിക്കണം, ചെയ്തോണ്ടിരിക്കണം എപ്പോഴും. നെറ്റിപ്പട്ട അല്ലാതെ നമ്മൾ വേറെ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട്? ഇപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? അത് എന്തെങ്കിലും കൈ വിറ്റ് എന്തെങ്കിലും എല്ലാം ഉണ്ടാക്കും. ഇതിന്റെ വേസ്റ്റൊക്കെ വരുന്ന പുസ്തകം എടുത്ത് ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. അങ്ങനെ കളിക്കാൻ പിള്ളേർക്ക് കളിക്കാൻ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ കുട്ടികൾക്ക്
ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നണല്ലേ? അപ്പൊ ഇതൊക്കെ പിന്നെ നൂല് കെട്ടും, സൈഡിൽ നൂല് വെക്കണ്ടേ, ആ, 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 ആ. അത് കെട്ടുക ഞാൻ തന്നെയാണ്. ഈ പീലി വെട്ടിയ ഇതൊക്കെ ഉണ്ടാക്കി റെഡി കൊടുക്കും ഞാൻ തന്നെയാണ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അവര് ചെയ്തോളൂ അല്ലേ? ഇതൊക്കെ ഇത് ചെയ്യാവുന്ന എനിക്ക് ചെയ്യും, അതൊക്കെ ഞാൻ ചെയ്യും. ഈ ഓരോ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കളർ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അത് ഈ നൂലിൻ്റെ അല്ലേ, ആ, നൂലിൻ്റെ വെക്കുന്ന ആൾക്കാർ നെറ്റിപ്പടത്തിൻ്റെ ആൾക്കാർ പറയും ഇന്ന കളർ നൂല് വെക്കാൻ, മിക്കവരും പറയും. വെറും ചിലരൊന്നും ഇഷ്ടമുള്ള വെച്ചാൽ പറയും. ആ. അമ്മയുടെ ഇഷ്ടം അനുസരിച്ച് വെച്ചോളാൻ പറയുന്ന ആൾക്കാരാണോ കൂടുതല്? അതല്ല, അതിപ്പോ ആദ്യം കൊണ്ടായിരുന്നു അങ്ങനെ, ഇപ്പൊ അങ്ങനെയല്ല. ആൾക്കാർ പറയുന്നുണ്ട് ഇന്നറിയാതെ നൂല് വെക്കാൻ. പുറത്തേക്കാണോ എല്ലാരും കൂടുതൽ മേടിക്കാറ് ഈ നെറ്റിപ്പട്ടമൊക്കെ, അതോ ഇവിടെയുള്ള അല്ല, ഇവിടെ അമ്പലങ്ങളിലേക്കാണോ കൂടുതൽ? അമ്പലങ്ങളിലും മേടിക്കുന്നുണ്ട്. ആൾക്കാർക്ക് അധികം ദൂരമുള്ള ആൾക്കാരെ അധികം വരണം. എനിക്ക് അങ്ങനെ കേട്ട് വരുന്നതായിരിക്കും അല്ലെ? അടുത്തത് ഇല്ല, അപൂർവം ചിലരൊക്കെ ഉണ്ട്. ഇപ്പൊ ആലവട്ടമൊക്കെ ഉണ്ടാക്കാറില്ലേ? അപ്പൊ അതിനകത്ത് കൂടുതലും അമ്മ എങ്ങനെ, അമ്മ തന്നെ ഡിസൈൻ ചെയ്യാറാണോ പതിവ്? ഡിസൈൻ ആരെങ്കിലും ചെയ്ത് വെക്കും. അത് അതിപ്പോ ഒരു ചട്ട തന്നെ ചട്ട അളവിന് പേടിയാൻ കിട്ടില്ല. അതില് ഉള്ളിലത്തെ പീത്തണ്ടൊക്കെ അങ്ങനെ ചീരി വളയം വെച്ച് ചിലര് ഡിസൈൻ പൂക്കൾ പോലും വെക്കണവരുണ്ട്. അമ്മക്ക് ഇത്ര പ്രായമായി ഇനി ചെയ്യണ്ടാന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറയോ? അവർ പറഞ്ഞ് ഞാൻ കേൾക്കണ്ടേ? എനിക്ക് വേറെയൊക്കെ ഇഷ്ടമല്ല, ഇരിക്കാൻ ഇഷ്ടമേ അല്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഓരോ കാര്യങ്ങളൊക്കെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷല്ലേ? അങ്ങനെ എവിടെയെങ്കിലും പോയപ്പോ ഇങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ നിന്നുണ്ടേ. അല്ല, പുറത്തേക്ക് ഇപ്പൊ അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള അത് നമുക്കൊരു സന്തോഷം തന്നെയല്ലേ. സന്തോഷാണ്. എങ്ങനെ അമ്പലങ്ങളിൽ പോകുമ്പോഴാണോ? ആനകൾക്ക് വീടുകളിൽ പോകുമ്പോഴും കണ്ടിട്ടുണ്ട്, വല്ല വിളിച്ച് നമ്മൾ പോകുമല്ലോ, അവിടേക്ക് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അമ്മ എപ്പോഴെങ്കിലും മടി പിടിച്ചിരുന്നിട്ടുണ്ടോ? ഉണ്ടാവില്ല എന്ന് എനിക്കറിയില്ല, ഞാൻ വെറുതെ ചോദിച്ചാ. എനിക്ക് ഇഷ്ടമല്ല അവര് കാര്യം, അത് ഇഷ്ടമല്ല. എന്നാലും എന്തെങ്കിലും വയ്യായികളിൽ വന്നാൽ പോലും അമ്മ വെറുതെ ഇരിക്കില്ല. ഞാൻ നാട്ടും വിധിച്ച് ഇത്ര എവിടെ വീഴുന്നൊക്കെ പറയും, ഞാൻ നല്ല നടക്കും. ഓക്കെ, എന്നാ ഞാൻ കൊച്ചുമോനെയും കൂടി വിളിക്കട്ടെ. ആളാണല്ലോ എന്താ പറയാ ഇത് ഉണ്ടാക്കാനായിട്ട്. അതെ, അവനാണ് ആദ്യത്തെ ആള്. വിളിക്കട്ടെ ഞാൻ. കൊച്ചുമോനാണ് അമ്മുമ്മേനെ ഈ ഒരു നെറ്റിപ്പട്ട ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്നത്. അഭിഷേക് എന്നാണല്ലേ പേര്? മേളം ചെയ്യുന്ന മേളം ആർട്ടിസ്റ്റ് ആണ്. ഞാൻ മേളം ആർട്ടിസ്റ്റ് ആണ്. മേളം കുട്ടികളെ മേളം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു സൈഡായിട്ടൊരു ഹോബി പോലെ തുടങ്ങിയതാണ് നെറ്റിപ്പട്ടം. അത് കുട്ടിക്കാലം തൊട്ട് ഈ നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെ കണ്ട് അത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തുടങ്ങിയതാണ്. അപ്പൊ ആദ്യമൊന്നും പിന്നെ അത്ര പെർഫെക്ഷൻ ഇല്ലെങ്കിലും പിന്നീട് അത് ഒറിജിനൽ നമ്മുടെ നെറ്റിപ്പട്ടം പോലെ തന്നെ ചെയ്യാൻ സാധിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ അമ്മൂമ്മ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പൊ അമ്മൂമ്മനെ കൂടി അത് പഠിപ്പിക്കുക. അമ്മൂമ്മയ്ക്ക് വെച്ചാൽ വളരെ മുന്നേ തൊട്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം നമ്മൾ ഈവൻ ഒരു മിഠായി കടലാസ് കിട്ടിയവരെ അതുകൊണ്ട് എന്തെങ്കിലും പൂക്കൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ അമ്മൂമ്മയ്ക്ക് അതൊരു ഹോബിയാണ്. അപ്പൊ അമ്മൂമ്മനെ അത് പഠിപ്പിച്ചാൽ നന്നാവും തോന്നിയിട്ട് അങ്ങനെ അമ്മൂമ്മനെ പഠിപ്പിക്കുന്നുണ്ടായി. ഇരിക്കത്തൂല്ല. അപ്പോൾ അമ്മൂമ്മ അതിന്റെ ഫുൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നീട് അതിലേക്ക് ഫുള്ളായിട്ട് അമ്മൂമ്മ അതിലേക്ക് ഇൻവോൾവ് ആയി. ഇപ്പൊ അമ്മൂമ്മയാണെങ്കിലും പെർഫെക്ഷൻ ഒക്കെ നോക്കി അങ്ങനെ കറക്റ്റ് ആയിട്ടൊക്കെ ആദ്യമേ ചെയ്യലുണ്ടാവില്ലല്ലോ, പിന്നെ അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആദ്യം ചെയ്യുമ്പോ നല്ല ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ. കുറെ ചെയ്തു വരുമ്പോഴാണ് നമുക്കത് ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോഴാണ് അതിന് പെർഫെക്ഷനിലേക്ക് വരിക. അത് അമ്മൂമ്മ വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ എത്തി. പിന്നെ അതുപോലെ അതിന്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ മുത്തുകൾ പതിപ്പിക്കുന്നൊക്കെ വളരെ ബുദ്ധിമുട്ടാണത് ചെയ്യാനായിട്ട്. അതൊക്കെ വളരെ വേഗത്തിൽ ചെയ്യാൻ തുടങ്ങി അമ്മൂമ്മ. അങ്ങനെ ഫുൾ ടൈം ഇതിലേക്ക് ആയി. അമ്മൂമ്മക്ക് ഇതിന്റെ ഓരോ കണക്കുകളും കാര്യങ്ങളൊക്കെ ആദ്യമേ അറിയില്ലായിരുന്നല്ലോ. അപ്പൊ അഭിഷേകാണോ പറഞ്ഞു കൊടുത്തത്? ആദ്യം ഇതിന്റെ ഓരോരോ സൈസിനനുസരിച്ചിട്ട് ഓരോരോ എണ്ണങ്ങളാണ്. ചന്ദ്രക്കലി ആയാലും കുമിളകളായാലും എല്ലാത്തിനും ഒരേ അളവുകളുണ്ട്. അപ്പോൾ അത് ഒരേ സൈസിനുള്ളത് ഒരേ അളവുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് അമ്മൂമ്മ ചെയ്ത് വന്നു. തെറ്റിപ്പോയിട്ടുണ്ടോ ആദ്യമേയൊക്കെ? തീർച്ചയായിട്ടും തെറ്റിപ്പോവും. അത് ചെയ്യണ ആരുടെയാലും അത് തെറ്റിപ്പോവും. കണക്കുകളൊന്നും തെറ്റില്ല, എണ്ണ തെറ്റില്ല. പക്ഷെ അതിന്റെ ഷേപ്പും കാര്യങ്ങളും അങ്ങോട്ടൊക്കെ വളഞ്ഞൊക്കെ പോവാം, അങ്ങനെ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ പിന്നീട് വേഗം വളരെ പെട്ടെന്ന് തന്നെ ശരിയായി. അതിനോട് താല്പര്യം ഉണ്ടായി ചെയ്തതുകൊണ്ട് വളരെ വേഗത്തില് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? ഇവിടെ നമ്മൾ നെറ്റിപ്പട്ടം, ആലവട്ടം, തെടമ്പ്, അതുപോലെ കോലം, അങ്ങനെ പുതിയ ഐറ്റംസ് ഒക്കെയാണ് ചെയ്യുന്നത്. മയിൽപീലി കൊണ്ടുള്ള നെറ്റിപ്പട്ടങ്ങളൊക്കെയാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും വാങ്ങുന്നത്. അപ്പൊ നേരത്തെ ഈ നൂല് കൊണ്ടുള്ള ആദ്യകാലങ്ങൾക്ക് നെറ്റിപ്പട്ടത്തിന്റെ സൈഡിൽ ഫുള്ള് നൂലായിരുന്നു. പിന്നീട് നമ്മൾ ഒരിക്കൽ അത് ഒരു മയിൽപീലി വെച്ച് ചെയ്യാമെന്നുള്ള ഒരു ആശയത്തിൽ നമ്മൾ ചെയ്തു തുടങ്ങി. അത് ചെയ്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫുൾ പിന്നെ ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 90% എല്ലാവരും മയിൽപീലിയിലേക്ക് മാറി. പക്ഷെ എന്നാലും ആ പഴയ തനിമേനെ ഇഷ്ടപ്പെടുന്നവര് അത് എപ്പോഴും നൂല് തന്നെ. നൂലാണ് തീർച്ചയായിട്ടും എളുപ്പം. കാരണം ആ നൂല് നമ്മൾ പുറത്തെടുത്ത് ഇവിടെ വെക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ മയിൽപീലി നെറ്റിപ്പട്ടാകുമ്പോൾ നമ്മൾ മയിൽപീലിയുടെ നാര് വെട്ടിയെടുത്ത് മയിൽപീലിയുടെ നാര് കൊണ്ട് ആദ്യം ഒരു ലെയർ ഇട്ട് അതിൻ്റെ മുകളിൽ മയിൽപീലി വെച്ച്
പോകണം. അത് വളരെ ശ്രമകരമായ ഒരു പരിപാടിയാണ്. കാരണം അത് ഒട്ടിക്കുക എന്നുള്ളത് വളരെ സമയം എടുക്കും, വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കയ്യിലൊക്കെ അത് ഒട്ടിച്ച് തന്നെ അങ്ങോട്ട് തിരിച്ചു പോരും, അങ്ങനെയുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണത്. തുണിയും ചാക്കൊക്കെ കൊണ്ടിട്ടാണ് ഇതിന്റെ ബേസ് ഉണ്ടാക്കണേന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, നമ്മൾ വീട്ടിലിടുന്ന നെറ്റിപ്പട്ടാണെങ്കിൽ നമുക്ക് സാധാ ക്യാൻവാസും ലൈനിങ് ക്ലോത്ത് അല്ലെങ്കിൽ വെൽവെറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. നമ്മൾ ഒറിജിനൽ നെറ്റിപ്പട്ടം ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആനയ്ക്ക് ഉപയോഗിക്കുന്ന നെറ്റിപ്പട്ടം ചെയ്യുമ്പോൾ നമുക്കത് കട്ടി കൂടിയിട്ടുള്ള മല്ല് തുണിയും അതിൻ്റെ ഇടയിൽ ചാക്കും വെൽവെറ്റും വെച്ചിട്ടാണ് കൂടുതൽ ചൂടടിക്കാതിരിക്കാനും ഉണ്ട്. അതുപോലെ തന്നെ അതിനൊരു ഒരു സ്റ്റിഫായിട്ടുള്ള ഒരു നേച്ചർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി ഒരു ഒഴുക്കൻ മട്ട് കിട്ടണം. ആനയുടെ മുഖത്തോട് നെറ്റിയോട് വീണ് കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ക്യാൻവാസിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്റ്റിഫ് ആയിരിക്കും. കാരണം നമ്മൾ വീട്ടിലിടുമ്പോൾ അത് ഒരു സ്റ്റിഫായിട്ട് ഇങ്ങനെ കിടക്കണം. അതുകൊണ്ട് അത് രണ്ടിന്റെയും ആ പ്രോസസ്സ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഫൈബറാണ് ഉപയോഗിക്കുക, മെറ്റീരിയൽ. അതിൽ നമ്മൾ ബ്രാസിൽ കളർ ഗോൾഡ് കോട്ട് ചെയ്തിട്ട് തുന്നി ചേർക്കുക ചെയ്യാം. വളരെ കനത്തിലായാലും ഭയങ്കര കനം കൂടുതലുണ്ടാവും. ഇതിന്റെ ഒരു 10 ഇരട്ടി കനം അതിലുണ്ടാവും. വീടുകളിൽ യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഏത് രീതിയിലും അത് സ്റ്റൈൽ ചെയ്താലും ഡിസൈൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ ഈ ആനകൾക്ക് അണിയുമ്പോഴേക്കും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറും അല്ലെങ്കിൽ കറക്റ്റ് ഒരു 5.5 അടിയാണ്. 5.5 അടിയാണ് ആനയുടെ നെറ്റിപ്പട്ടത്തിന്റെ അളവ്. അളവിലേക്ക് 11 ചന്ദ്രക്കലയാണ് നമുക്ക് വേണ്ടത്. 11 ചന്ദ്രക്കല, അപ്പുറത്തും ഇപ്പുറത്തും അഷ്ടവസുക്കൾ, അതുപോലെ സപ്തർഷികൾ, പഞ്ചഭൂതങ്ങൾ, ലക്ഷ്മി, സരസ്വതി, അതുപോലെ ത്രിമൂർത്തികൾ എന്നീ സങ്കല്പങ്ങളുള്ള കുമിളകൾ ചേർത്തുകൊണ്ട് നമ്മൾ ആ വർക്ക് ചെയ്തു വരുമ്പോൾ ഏകദേശം 5.5 അടിയാണ്. അപ്പോൾ ആനയുടെ നെറ്റി തടത്തുന്ന നിങ്ങളുടെ അടിഭാഗത്തേക്ക് തുമ്പി വരുമ്പോൾ കറക്റ്റ് 5.5 അടിയിൽ അത് കിട്ടും. ഓരോ ഈ വട്ടക്കിണ്ടെന്നാ പറയുന്നത്. അതെ, ഈ ഓരോന്നിനും ഓരോ സങ്കല്പങ്ങളുണ്ടോ? യെസ്, അതായത് ആദ്യം ഇപ്പോൾ ഇവൻ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ, അതായത് ഇതൊരു 3 കുമിളകൾ കൂടി ചേർന്നിട്ടുള്ള പോലെ ഒരു കൺസെപ്റ്റാണ്. ഇതിന് ത്രിമൂർത്തികളാണ്. ഇത് ഒരു കണ്ണ് പോലെയുള്ള ഭാഗമാണ് ഈ രണ്ടും നെറ്റിപ്പട്ടത്തിൽ. ഇതൊരു സ്വാഭാവിക ചെറിയ നെറ്റിപ്പട്ട ആയതുകൊണ്ടാണ്. ഒരു ഫുൾ സൈസ് നെറ്റിപ്പട്ടാണെങ്കിൽ ഇത് വളരെ വലുതായിരിക്കും. അത് ലക്ഷ്മി, സരസ്വതി, വലിപ്പം കൂടും. അതെ. അതുപോലെ തന്നെ ഈ മുകളിൽ എപ്പോഴും 5 എണ്ണം ഉണ്ടാവും. അത് പഞ്ചഭൂതങ്ങളാണ് സങ്കല്പം. പിന്നീട് ചന്ദ്രക്കല, ശിവചന്ദ്രക്കല സങ്കല്പമാണ്. ഇത് ഇപ്പൊ ഈ നെറ്റിപ്പട്ട 3.5 അടി ആയതുകൊണ്ട് ഇത് 5 ചന്ദ്രക്കലയേ ഉള്ളൂ. പക്ഷെ അതൊരു 5.5 അടി വലിയൊരു നെറ്റിപ്പട്ടത്തിലേക്ക് വരുമ്പോൾ ഇത് 11 എണ്ണം വരും. അപ്പൊ 11 ഇവിടെ 9 എണ്ണം വരും, ഇവിടെ 9 എണ്ണം വരും. ഇത് എവിടെ തുടങ്ങുക? നമ്മൾ നെറ്റിപ്പട്ടം വർക്ക് ആരംഭിക്കുന്നത് ഈ മൂലഗണപതി എന്ന് പറയുന്ന ഈ കുമിളയെന്നാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് നമ്മൾ ചന്ദ്രക്കലകൾ വെച്ച് പോവുകയാണ്. ചന്ദ്രക്കല വെച്ചതിന് ശേഷം ത്രിമൂർത്തി സങ്കല്പത്തിലുള്ള ഈ മുഖം വയ്ക്കുന്നു. മുഖം വെച്ചതിന് ശേഷം ഇവിടെ 2 കുമിളകൾ വയ്ക്കും. അതിനുശേഷം ഇവിടെ പഞ്ചഭൂതങ്ങൾ. അതിനുശേഷം കണ്ണ് എന്നുള്ള കൺസെപ്റ്റിൽ, നെറ്റിപ്പട്ടത്തിൻ്റെ കണ്ണ് എന്നുള്ള സങ്കല്പത്തിൽ ലക്ഷ്മി, സരസ്വതി എന്നുള്ള 2 കുമിളകളാണ്. അതിനുശേഷം ഈ ചന്ദ്രക്കലയുടെ ഇരുവശത്തുമായിട്ട് 5 കുമിളകൾ വയ്ക്കും. അത് ഒറിജിനൽ നെറ്റിപ്പട്ടാകുമ്പോൾ 9 എണ്ണം വരും ഇവിടെ. ഇതിന് വരും ഇവിടെ 5 എണ്ണമാണ് വരിക. അതിനുശേഷം നമ്മൾ നെറ്റിപ്പട്ടം ഫുള്ള് നക്ഷത്ര സങ്കല്പമായി ചെറിയ മുത്തുകൾ വെച്ച് ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ ബോർഡറായിട്ടുള്ള, നമുക്ക് പീലി വേണമെങ്കിൽ പീലി ആവാം, അതല്ലെങ്കിൽ നൂലാണെങ്കിൽ നൂലാവാം. അത് വെച്ച് നമ്മൾ നെറ്റിപ്പട്ടം കംപ്ലീറ്റ് ചെയ്ത് അവസാനം നെറ്റിപ്പട്ടത്തിൻ്റെ കുഞ്ചലമിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ചിന്തിക്കുക ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് മയിൽപ്പീലി എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് മയിൽപ്പീലി എന്നുള്ളൊരു സങ്കല്പം ഇല്ല. ശരിക്കും നമ്മൾ മയിൽപ്പീലി, ഇത് ഒറിജിനൽ മയിൽപ്പീലികൾ തന്നെയാണ് ഉപയോഗിക്കുക. നമുക്കത് കണ്ടാൽ വളരെ പെട്ടെന്ന് തിരിച്ചറിയാം. ഒറിജിനൽ മയിൽപ്പീലികൾ തന്നെയാണ്. അതുപോലെ മയിൽപ്പീലിയുടെ നാര് പോലെയുള്ള ചെറിയ ഫൈബർ നൂലുകളുണ്ട്, അത് മാത്രം വാങ്ങാൻ കിട്ടുള്ളൂ. ഒരിക്കലും മയിൽപ്പീലി ഒറിജിനൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടില്ല. എന്തെങ്കിലും വ്രതോ കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്? ഇപ്പം അമ്പലത്തിലേക്കൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വ്രതത്തിന്റെ ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു വ്രതത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളതൊരു അത്രയും പെർഫെക്ഷനോടെ അതിന്റെ എല്ലാ സങ്കല്പങ്ങളും വെച്ചുകൊണ്ട് അതിനെ പൂർത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അല്ലാണ്ട് ഇപ്പോ ഞാൻ ഇതങ്ങനെ എനിക്ക് ഇത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. അമ്മ തന്നെ ഉണ്ടാക്കുന്നതാണ്, അമ്മ തന്നെയാണോ ഇത് ഡിസൈൻ ചെയ്യുന്നതൊക്കെ? ഇത് വെങ്കിടാചലപതിനെ വെച്ചിട്ടുള്ള ഒരു കോലാണ്. അപ്പോൾ ഇതിലെ വെങ്കിടാചലപതിനെ ഡിസൈൻ ചെയ്തെടുക്കലും അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കുകളാണ് ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ ഡിസൈനിങ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അതിന് ചുറ്റും പീലി നാര് വെച്ച് പീലി നാര് എടുക്കുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പീലി തണ്ടിൽ നിന്നും ആ പീലിയുടെ നാര് വെട്ടിയെടുക്കണം. ആ വെട്ടിയെടുത്ത് അത് ഒരേ അളവിലാക്കിയെടുത്ത് നമ്മൾ ഇതിന്റെ ബോർഡറിൽ കൂടെ അതിനെ വെച്ച് പോയി അതിനുശേഷം പീലി വെക്കും. അതിനും കറക്റ്റ് അളവുണ്ട്. കറക്റ്റ് അളവുണ്ട്. അതിനുശേഷം നമ്മൾ അതിനെ പൂ വെച്ച് ഇങ്ങനെ ബോർഡർ ഇടും.
അതാണ് ആ വർക്കുകളൊക്കെയാണ് അമ്മൂമ്മ ചെയ്യുക. അമ്മൂമ്മ ചെയ്യും. അങ്ങനെ ഞങ്ങളൊരു പകുതിയായിട്ട് അങ്ങനെ ചെയ്ത് എത്ര ദിവസം എടുക്കും നമുക്ക് ഏകദേശം ഒരു 2-3 ദിവസത്തോളം എടുക്കും ഈ വർക്ക് ചെയ്യാനായിട്ട്. വെങ്കടാചലപതി ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് അതിനും സമയം എടുക്കും. അതിനും ഒരു 2-3 ദിവസം. ഇത് എങ്ങനെയാ മോൾഡ് ചെയ്തത്? ഇത് നമ്മുടെ മോൾഡായിട്ട് നമുക്ക് കിട്ടും. ആ മോൾഡുമ്പോൾ നമ്മൾ അതുമ്പോൾ വർക്ക് ചെയ്ത് അതിനെ അലങ്കരിച്ച് കൂടുതൽ ഭംഗിയാക്കുകയാണ് ചെയ്യുന്നത്. ബീഡ്സും അതുപോലെ സ്റ്റോണുകളും ഷെല്ലുകളും വെച്ച്. എന്തെങ്കിലും ഒരു തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ആളുകൾക്ക്. ഫോട്ടോ ആണെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് അത്രയും ശ്രദ്ധിച്ചിട്ട് വേണമല്ലോ ചെയ്യാൻ. അമ്മ ഇത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ എത്തിനോട്ടം ഉണ്ടാവാറുണ്ട്. എല്ലാ വർക്കുകളും ചെയ്യുമ്പോൾ നെറ്റിപ്പട്ടായാലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മൂമ്മ ചിലപ്പോൾ ഇവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ടോ, അപ്പൊ അമ്മൂമ്മ ചിലപ്പോൾ പറയാം അവിടെ ഒരു ഭാഗത്ത് വളഞ്ഞിട്ടുണ്ടോ എന്ന് പറയും. അപ്പൊ ശരിയാണത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് നോക്കുന്ന പോലെ ആയിരിക്കില്ല അവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് കിട്ടുക. അപ്പൊ അത് അമ്മൂമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ അമ്മൂത് പറഞ്ഞ് നമ്മളത് ക്ലിയർ ചെയ്യും. അതുപോലെ തന്നെ ഡിസൈനിൽ ചില കളർ കോമ്പിനേഷൻ അത് അത്ര പോരെങ്കിൽ നമ്മൾ തന്നെ അത് ഡിസ്കസ് ചെയ്ത് ചിലതിൽ അത് മാറ്റം വരുത്തിയൊക്കെ ചെയ്യാം. ഞാൻ അമ്മയോട് ചോദിച്ചായിരുന്നു എന്താണ് ഈ കളർ കോമ്പിനേഷൻ ഒക്കെ അമ്മ പറഞ്ഞു കൊടുക്കാറുണ്ട്. കളർ കോമ്പിനേഷൻ നല്ലത് ഇന്ന കളറുകൾ വെച്ചാൽ നന്നാവും എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ നെറ്റിപ്പട്ടത്തിന്റെ വശത്ത് വയ്ക്കുന്ന നൂലൊക്കെ നമ്മൾ അങ്ങനെ പലതരമായിട്ട് പരീക്ഷിക്കാറുണ്ട്. അതിൽ ചില കോമ്പിനേഷൻ വളരെ ഇഷ്ടപ്പെടാറുണ്ട്. ഈ വെള്ളി നെറ്റിപ്പട്ടങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യാറുണ്ട്. അതില് നീലയും വെള്ളയും ഉള്ള ഒരു കോമ്പിനേഷൻ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തു നോക്കി തന്നെ അത് വളരെ കുറവ് ഒരുപാട് നെറ്റിപ്പട്ടങ്ങൾ നമ്മളത് ആ ഒരു കളർ കോമ്പിനേഷൻ നമ്മൾ ചെയ്തു. ഈ വെള്ളി നെറ്റിപ്പട്ടങ്ങൾ കൂടുതൽ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അതായത് ഈ ഒരു സ്വർണം പൂശിയിട്ടുള്ള അങ്ങനത്തെ നെറ്റിപ്പട്ടങ്ങളാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആനകൾക്കും അങ്ങനെ വെള്ളി നെറ്റിപ്പട്ടം ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഇല്ല. ഇപ്പോ വളരെ റയർ ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ തൃശ്ശൂർ പാറമേക്കാവിലൊക്കെ ഉത്സവത്തോടനുബന്ധിച്ചൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഉണ്ടായിരുന്നില്ല അത്. പക്ഷെ വളരെ ഭംഗിയാണത്. ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്ന ഒരു നെറ്റിപ്പട്ടാണ് സിൽവർ. അതുകൂടാതെ സിൽവർ ഗോൾഡ് കോമ്പിനേഷനിൽ നമ്മൾ 2 നെറ്റിപ്പട്ട ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഗോൾഡൻ ബേസിൽ വെള്ളി കുമിളകളും വെള്ളി ബേസിൽ ഗോൾഡൻ കുമിളകളായിട്ടുള്ള 2 മോഡലുകളാണ് ചെയ്തത്. അല്ലാണ്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുമിളകള് മിക്സ് ചെയ്ത് നമ്മൾ ചെയ്താൽ അതിനൊരു പെർഫെക്ഷൻ കിട്ടില്ല. അത് ചെയ്ത് നോക്കിയിട്ട് ഒരു ഭംഗി വരില്ല. നമുക്ക് ഇങ്ങനെ 2 കോമ്പിനേഷനാണ് നമുക്ക് നല്ല മാച്ചിങ് ആയിട്ട് അത് നോക്കുമ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുത്ത് കാണുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ആ ഗോൾഡ് ബേസിൽ സിൽവറും സിൽവർ ബേസിൽ ഗോൾഡ് ആയിട്ടാണ് നമ്മൾ 2 മോഡൽ ചെയ്യണം. ഇപ്പൊ നേരത്തെ അമ്മക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള വരാറില്ലല്ലോ. ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ അത് അതായത് വളരെ സ്പീഡായി കാര്യങ്ങൾ. നമുക്ക് വെച്ചാൽ നമ്മൾ 2 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്കുകൾ ചില ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അർജന്റായിട്ട് വരുന്ന ചില വർക്കുകൾ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ കാലത്തൊട്ടിരുന്നാൽ അത് വർക്ക് അത്ര സ്പീഡായി നടത്താം. അമ്മയുടെയും എല്ലാവരുടെയും വർക്ക് സ്പീഡായി വളരെ വേഗത്തിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കും. അമ്മക്ക് എന്തെങ്കിലും ഈ യൂട്യൂബ് നോക്കിയിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാവും അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് അമ്മ എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ നമുക്കത് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്ന ഒറിജിനൽ നെറ്റിപ്പട്ടായിട്ടാണ്. അപ്പൊ നമ്മൾ ഒറിജിനലി എന്താ കാണുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൂടുതലും റെഫർ ചെയ്യുന്നത് പൂരത്തിന് ഉപയോഗിക്കുന്ന ആനയുടെ നെറ്റിപ്പട്ടങ്ങളിലെ ഫോട്ടോസാണ്. അതിനനുസരിച്ച് ഇതിനെ നമ്മൾ ആദ്യമേ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പിന്നെ വേറെ ഇതിന്റെ ആവശ്യമില്ല. ഈ ബാക്കിൽ കാണുന്ന നെറ്റിപ്പട്ടം മ്യൂറൽ പെയിന്റിംഗ് ആണ്. ഇവിടെ പെയിന്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള നെറ്റിപ്പട്ടാണ്. ഒന്നുമില്ല, നെറ്റിപ്പട്ടം തന്നെ മ്യൂറൽ പെയിന്റിങ്ങിന്റെ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു മാത്രം. അപ്പോൾ മ്യൂറൽ പെയിന്റ് ചെയ്തതിന് ശേഷം ബാക്കി നെറ്റിപ്പട്ടത്തിന്റെ അതേ പ്രോസസ്സ് തന്നെയാണ് അതിൽ ചെയ്യുന്നത്. നൂലല്ലെങ്കിൽ നെറ്റിപ്പട്ടം വെച്ച് അതിനെ ഫിനിഷ് ചെയ്യും. കൂടുതലും കൃഷ്ണൻ തീമിലാണ് കൂടുതൽ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അമ്മ ഇങ്ങനെ അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കാറുണ്ടോ? ഞാൻ ഉണ്ടാക്കുന്ന നെറ്റിപ്പട്ടം എങ്ങനെയാണ്, എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ആവശ്യമാണോ അങ്ങനെയൊക്കെ? തീർച്ചയായിട്ടും അമ്മ ഈ മൊബൈലൊക്കെ ഇടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ ഓരോരുത്തർ ചെയ്ത വർക്കുകളൊക്കെ കാണാം. അപ്പൊ നമ്മളത് തീർച്ചയായിട്ടും അമ്മ അത് നോക്കി അതിനെ കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നുവെച്ചാൽ നമ്മൾ തുടക്കം തൊട്ടേ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഒറിജിനൽ നെറ്റിപ്പട്ടത്തെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അപ്പോൾ അതിങ്ങനെ പറയും നമ്മുടെ വർക്ക് നല്ലതാണ്, ഇങ്ങനെ അഹങ്കാരം പോലെ പറയുന്നതല്ലെങ്കിലും നന്നായിരിക്കുന്നു. പക്ഷെ ഷേപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒറിജിനൽ നെറ്റിപ്പട്ടത്തിന്റെ പോലെ അതിന്റെ കണ്ണിന്റെ ഭാഗത്തൊരു വളവുണ്ട്. ആ വളവ് ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അതും അതുപോലെ ഉള്ളിൽ ഈ കണക്കുകൾ പ്രകാരം വർക്കുകൾ ചെയ്യുക എന്നുള്ളതും അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നന്നായിട്ടും അതിൻ്റെതായ രീതിയിലും ചെയ്യുന്നവരുണ്ട്. കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ. അതായത് ആ കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കണം. പിന്നെ ചെറിയ കുമിളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് വെക്കേണ്ടതായിട്ടുള്ള രീതികളൊക്കെ വരുമ്പോഴേക്കും അമ്മൂമ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങളൊക്കെ പറയാറുണ്ടോ വേണ്ട ഇപ്പൊ ചെയ്യണ്ട അങ്ങനെയൊക്കെ? നമ്മൾ എത്ര ചെയ്യണം എന്ന് പറഞ്ഞാൽ അമ്മൂമ്മ കേൾക്കില്ല. ബുദ്ധിമുട്ടായിട്ടല്ല, അമ്മൂമ്മ അത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ മെയിൻലി ഇപ്പോൾ മയിൽപ്പീലിയുടെ വർക്കോ അല്ലെങ്കിൽ നമ്മൾ നൂലിൻ്റെ വർക്കോ അങ്ങനെ എന്തെങ്കിലും അമ്മൂമ്മ ചെയ്തിരിക്കുകയാണെങ്കിൽ അമ്മൂമ്മയ്ക്ക് നെറ്റിപ്പട്ടത്തിനോടൊരു
ഒരു ഇതുണ്ട്, ഉള്ളിലൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അമ്മൂമ്മ എന്തായാലും നെറ്റിപ്പട്ട ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ മൂത്തുകളൊക്കെ അമ്മൂമ്മ തെറ്റിപ്പോവില്ല, അത് ഒട്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നാൽ ഇപ്പോൾ ഈവൻ ഞാൻ പറഞ്ഞ പോലെ പശ കയ്യിലാവുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അമ്മൂമ്മ ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ തെറ്റുകളൊന്നും വരാറില്ല, നന്നായി തന്നെ വൃത്തിയായിട്ട് തന്നെ ചെയ്യും. സാധാരണ പശ തന്നെയാണോ യൂസ് ചെയ്യുന്നത്, അത് എന്തെങ്കിലും വേറെ സിന്തറ്റിക് റബ്ബറിന്റെ ബേസുള്ള പശയാണ് നമ്മൾ ഇതിൽ കൂടുതൽ ഉപയോഗിക്കുക. അപ്പൊ അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈമയാവും. അപ്പൊ കൈമയായി നമ്മൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒട്ടിച്ച മൂത്ത് നമ്മൾ കൈ എടുക്കുമ്പോൾ റിട്ടേൺ ഇങ്ങോട്ട് പോരും. വളരെ ക്ഷമ വേണ്ട ഒരു പണിയാണ് നെറ്റിപ്പട്ടത്തിന്റെ പണി. കാരണം അത് ഒട്ടിച്ചെടുക്കുക എന്നുള്ളത് വളരെ കാര്യമാണ്. അമ്മ ഇനി ഈ നെറ്റിപ്പട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ പറയാ, വെറുതെ ഇരിക്കുന്ന സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എല്ലാ ദിവസവും ഓരോരോ വർക്കുകൾ ഉണ്ടാവുമോ? അത് തീർച്ചയായിട്ടും എന്തെങ്കിലും നമ്മൾ വർക്കുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഈവൻ നമ്മൾ ഇപ്പൊ ഈ ആലവട്ടം ഒക്കെയാണ് നമ്മൾ കുറെ ചെയ്യുന്നത് ഇവിടെ. അപ്പൊ ഈ നെറ്റിപ്പട്ടത്തിന്റെ വർക്ക് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഈ ആലവട്ടത്തിന്റെ മയിൽപ്പീലി തണ്ടുകളാണ് ഈ ആലവട്ടത്തിൽ കൂടുതൽ ഉപയോഗിക്കുക. ഈ മയിൽപ്പീലി തണ്ട് നമ്മൾ വെറുതെ വളച്ചു കഴിഞ്ഞാൽ അത് ഒടിച്ചു പോകും. അപ്പോൾ മയിൽപ്പീലിന്റെ പുറമേ ഒരു ലെയർ ഉണ്ട്, ആ ലെയർ ചീന്തി കളഞ്ഞ് അതിനെ ഉഴിഞ്ഞെടുത്താൽ മാത്രമേ അത് വളയ്ക്കാൻ പറ്റുള്ളൂ. ഉഴിഞ്ഞെടുത്താൽ അതിനെ ഏത് രീതിയിൽ വേണമെങ്കിൽ വളയ്ക്കാം. അപ്പോൾ അത് ഇത്തിരി ശ്രമകരമായ പണിയാണ്, അത് കുറേ നേരം ഇരുന്ന് ചെയ്യണം. അതേപോലെ മയിൽപ്പീലി നാര് വെട്ടുക, മയിൽപ്പീലി വെട്ടിയെടുക്കുക എന്നുള്ളതൊക്കെ വർക്കുകളാണ്. ഇതൊക്കെ ഭയങ്കര ക്ഷമയുള്ള പരിപാടി ആയതുകൊണ്ട് അമ്മൂമ്മേനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതെ, എനിക്ക് പിന്നെ അമ്മൂമ്മ ചെയ്യണോണ്ട് കുറെ പണി നമുക്കും ലാഭമാണ്. കാരണം വളരെ ക്ഷമ വേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അതൊക്കെ അമ്മൂമ്മ ഇരുന്ന് ചെയ്യുക, അതുകൊണ്ട് നമുക്കതൊരു വർക്കായിട്ട് അറിയേയില്ല. അമ്മൂമ്മയാണ് അതെല്ലാം ചെയ്തു പോണത്. എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ അമ്മന് വെറുതെ ഇരിക്കില്ല, ഭക്ഷണം കഴിക്കുന്ന ഒരു നേരം ഒഴിച്ചാൽ ബാക്കി എല്ലാ നേരവും രാത്രി കിടക്കുന്നവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും അമ്മ കിടക്കുക, ഇതൊക്കെ ശരിക്കും അമ്മയോടായിരുന്നു ചോദിക്കേണ്ടിരുന്നത്. ഒരു 9:30-10 മണിയോടെയാണ് അമ്മൂമ്മക്ക് എടുക്കുക. ആ കിടക്കുന്നവരെ ഇടയില് സന്ധ്യക്ക് വിളക്കും വെക്കുന്നതും അതുപോലെ ഭക്ഷണം കഴിക്കുന്നതും നേരം ഒഴിച്ചാൽ ബാക്കി കാലത്തോട്ടേ രാത്രി വരെ തന്നെയാണ്. അതുകൊണ്ട് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. വേറെ ഒന്നിനും നേരമില്ല, ഫുൾ ടൈം ആൾ ബിസിയാണ്. ഇനി നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇന്ന രീതിയിൽ ഡിസൈൻ ചെയ്യണം? നെറ്റിപ്പട്ടത്തിൽ തന്നെ 1-2 കൺസെപ്റ്റ് വേറെ ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള മെറ്റീരിയൽസ് നമ്മൾ ഇൻ സെർച്ചിങ് ആണ്. അതുണ്ടെങ്കിൽ നമ്മളൊരു നല്ലൊരു കൺസെപ്റ്റ് ആണത്. അത് നമ്മൾ അർദ്ധനാരീശ്വരം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് ശരിയായിട്ടില്ല. ഐഡിയാസ് ഒക്കെ പറഞ്ഞ അതെല്ലാ വർക്കിനും വരും. അതായത് നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും, ഇപ്പൊ ആലവട്ടം നമ്മൾ ഡിസൈൻ ചെയ്യായാലും എന്ത് വർക്ക് ചെയ്യുമ്പോഴും, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഷെല്ലോ എന്തെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു വെച്ചിട്ടുണ്ടോ, അത് കൊണ്ടുവന്നിട്ട് ഇത് വെച്ച് നോക്കും, ഇത് ഭംഗിയുണ്ടാവും പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ശരിയായിരിക്കും, അതിന് മാച്ചിങ് ആയിരിക്കും. അപ്പൊ നമ്മൾ അത് വെച്ച് വർക്ക് ചെയ്യും. കുടുംബപരമായിട്ട് ഇങ്ങനെ നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കി നേരത്തെ പരിചയമുള്ള ആൾക്കാരാണോ, അതോ ഞാൻ തുടങ്ങിയത്? ചെറുപ്പം തൊട്ടേ മേളം ആനയൊക്കെയാണ് നമുക്ക് ബേസിക്കലി തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ മേളം പഠിച്ചു ചെറുപ്പത്തിൽ. അതുകൊണ്ട് തന്നെ ഈ നെറ്റിപ്പട്ടൊക്കെ കണ്ട് ഇത് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിയതാണ്. നോക്കിയത് ശരിയായി വന്നപ്പോൾ പിന്നെ കൂട്ടുകാര് പതുക്കെ ഓർഡർ തന്നു തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്നുണ്ട്. പുറമെ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും ഓൾ ഓവർ ഇന്ത്യ വേൾഡ് ഒക്കെ കൊറിയർ ചെയ്യുന്നുണ്ട്. അമ്മൂമ്മ ഈ നെറ്റിപ്പട്ട ഉണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് പേര് അന്വേഷിച്ചൊക്കെ വരാറുണ്ട്. ഒരുപാട് പേര് അന്വേഷിക്കാറുണ്ട്. അത് അമ്മൂമ്മ അത് നമ്മുടെ ആ വീഡിയോസ് ആയാലും കണ്ടിട്ട് അമ്മൂമ്മേനെ അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിന് റോ മെറ്റീരിയൽസ് മേടിക്കണമെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് ആവുമല്ലോ, അപ്പോൾ അതൊക്കെ എങ്ങനെയാ? റോ മെറ്റീരിയൽസ് നമ്മൾ ബൾക്കായിട്ട് എടുക്കുക ചെയ്യാം, ബൾക്കായിട്ട് എടുത്ത് വർക്ക് ചെയ്യുന്നത് ചെയ്യാം. കാരണം ഓൾമോസ്റ്റ് ആലവട്ടയിലും നെറ്റിപ്പട്ടയിലും മെറ്റീരിയൽസ് ഒക്കെ ഏതാണ്ട് കോമൺ ആണ്. നമ്മൾ ബൾക്കായിട്ട് എടുത്തിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ നെറ്റിപ്പട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 3500 to ഒരു 20,000-25,000 വരെയാണ്. മയിൽപ്പീലി നെറ്റിപ്പട്ടങ്ങളൊക്കെ ആകുമ്പോൾ റേറ്റ് കൂടും. കാരണം മയിൽപ്പീലിക്ക് നല്ല റേറ്റ് ആണ്. ഏകദേശം കിലോ 3,500 രൂപയിലൊക്കെ വരും. കിലോയ്ക്ക് അനുസരിച്ചാണ് മയിൽപ്പീലി വരിക. അപ്പോൾ അതിനനുസരിച്ച് ആ റേറ്റ് വ്യത്യാസമുണ്ടോ മയിൽപ്പീലി നെറ്റിപ്പട്ടങ്ങൾക്ക്. ഇത് ഹോം ഡെക്കർ ആണെങ്കിൽ, ഇത് നമ്മൾ ഒറിജിനൽ നെറ്റിപ്പട്ടാണ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ എക്സാക്ട് 10x10 ആണ് അതിൻ്റെ റേറ്റ്. അതായത് ഒറിജിനൽ ആനയ്ക്കിടുന്ന ഒരു നെറ്റിപ്പട്ടം ചെയ്യണമെങ്കിൽ 1,10,000 തൊട്ട് 1,20,000 ഇവിടെ അതും ചെയ്യാറുണ്ട്. അത് ചെയ്യാൻ കുറച്ചുകൂടി വളരെ ശ്രമകരമാണ് അതിന് പണി. അത് ഫുൾ തുന്നലാണ്, അതായത് ഫുൾ മെറ്റലാണ്. ഇതേ പ്രോസസ്സ് തന്നെയാണ്, വർക്ക് ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും തുന്നിയാണ് ചെയ്യുക, എല്ലാ കുമിളുകളും. കാരണം നമ്മളത് ഹോം ഡെക്കർ ആകുമ്പോൾ നമ്മൾ അങ്ങനെ ഇടല്ലേ. ആനയ്ക്കുള്ളതാകുമ്പോൾ നമ്മളത് ആനയ്ക്ക് അണിയണം, തിരിച്ച് ഊരി എടുക്കണം, അതിൻ്റെ റോൾ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അത് ഉരി പോരാതിരിക്കാൻ എല്ലാം ഈ ചെറിയ ബീഡ്സ് വരെ നമ്മൾ അത് തുന്നിയാണ് വേണം. അത് ചെയ്യാൻ ഏകദേശം 2-3 ആഴ്ചയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കും. അതായത് ഫുൾ ടൈം അതിനകത്ത് ഇരിക്കല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറില്ലേ? അതെ, മാറും. അതാണെങ്കിലും നമുക്ക് അതിന് കൂടുതൽ സമയം എടുക്കും. 3 ആഴ്ച to 1 മാസം വരെയാണ് അതിന്റെ സമയം. ഓർഡറുകളൊക്കെ എങ്ങനെയാ? നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ വഴിയാണോ? അത് നമ്മള് ഓൺലൈൻ മീഡിയാസ് വഴിയാണ് കുറെ ഓർഡറുകൾ വരുന്നത്.
പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ അറിഞ്ഞറിഞ്ഞ് ചെയ്തു വന്നവരും അതുപോലെ ഒരു വർക്ക് വാങ്ങി സാറ്റിസ്ഫൈഡ് ആൾക്കാർ വേറെ അവർക്ക് ഗിഫ്റ്റ് ചെയ്യാനും അതുപോലെ അവർ റെഫർ ചെയ്തിട്ടും നമുക്ക് ഓർഡറുകൾ കുറെ ഈ എന്താ പറയുക ഹൗസ് വാമിങ് അങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ ആളുകളൊക്കെ മേടിച്ചിട്ട് പോകുന്നത്. ഹൗസ് വാമിങ്ങിനൊക്കെ നമ്മളിപ്പോൾ നെറ്റിപ്പട്ടം ഓൾമോസ്റ്റ് കുറേ കാലമായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഈ തെടമ്പ് പോലെയുള്ള ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ടാണ്. അത് ആകുമ്പോൾ നമുക്ക് തെടമ്പാകുമ്പോൾ നമുക്ക് അതിലൊരു കൃഷ്ണനുണ്ട്, ഉരുളിയിൽ കൃഷ്ണൻ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വിഷുക്കണിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വിഷു ആണല്ലോ വരുന്നത്. അപ്പോൾ വിഷുവിന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് തെടമ്പാണ്. കൃഷ്ണൻ ഉണ്ടാവും. അപ്പോൾ വിഷുക്കണിയായിട്ട് യൂസ് ചെയ്യാം. ഈവൻ ഗിഫ്റ്റിംഗ് ആണെങ്കിൽ ആ ഒരു ഗിഫ്റ്റിംഗ് നമ്മുടെ ഒരു ഗിഫ്റ്റിംഗ് പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ് തെടമ്പ്. കോലങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും അങ്ങനെ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കാറോ? കോലത്തിന് വെച്ചാൽ കോലത്തിന്റെ ഉള്ളിൽ ഫുള്ള് കോലപ്പൂക്കളാണ് ഉണ്ടാവുക. അപ്പൊ പൂക്കൾ വരിയായി ഇങ്ങനെ നിരത്തി പോകുന്നത് വളരെ ശ്രദ്ധിക്കണം. കാരണം അത് വെച്ച് പോകുമ്പോൾ ഒരു കോണിക്കൽ ഷേപ്പ് അതിലേക്ക് കിട്ടണം, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഒരേ ലെയർ വെക്കുമ്പോൾ നമ്മൾ പതുക്കെ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങി ഒരേപോലെ നിരത്തി വെക്കണം. അമ്മ ഇതിനു വേണ്ടി ഒരുപാട് എന്താ പറയാ ഈ ക്ഷമയോടുകൂടി ചെയ്യുന്നത് കൊണ്ട് അമ്മക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് ആകുമ്പോഴത്തേന് അത്ര ക്ഷമ കിട്ടില്ല. അതായത് അമ്മൂമ്മ ഇരുന്ന് വർക്ക് ചെയ്യണ പോലെ എനിക്ക് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പണി ഇല്ലെങ്കിലും. കാരണം അത് അമ്മൂമ്മയ്ക്ക് അത്ര ക്ഷമയുണ്ട്. ഈവൻ നമ്മുടെ ചെറിയമ്മ വല്യമ്മമാരായാലും അവർക്ക് അത്ര ക്ഷമയുണ്ട്. എനിക്ക് അത്രയ്ക്കും ക്ഷമയില്ല. ചെയ്യും, പക്ഷേ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കണം. അവർ ബ്രേക്ക് ഇല്ലാതെ ഇങ്ങനെ ത്രൂ ഔട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ വരുന്ന ആറാട്ടുപുഴ പൂരത്തിൻ്റെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒക്കെ കൊടകളിലേക്കുള്ള ഡിസൈനുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത്തവണ ആറാട്ടുപുഴ പൂരത്തിൻ്റെയും ചേർപ്പ് ഭഗവതിയുടെയും ഡിസൈനുകൾ നമ്മളാ ചെയ്യുന്നത്. അതൊക്കെ ചെയ്ത് വർക്കുകൾ ചെയ്തു നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതെ, നമ്മളത് വെയിറ്റ് ചെയ്യാണ്. ഇനി കൊടകളിലേക്കായി വരാനത് വെയിറ്റ് ചെയ്യണം. ഡിസൈനിങ് ഇത്രയും ദിവസം ഇവിടെ അതായിരുന്നു മെയിനായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അത് ഈ നെറ്റിപ്പട്ടം മെറ്റീരിയൽസ് തന്നെയാണ്, പക്ഷെ അതിനെ പല രീതിയിൽ ഡിസൈൻ ചെയ്ത് ഒരു ഡിവൈൻ ടച്ച് കൊടുത്തിട്ടുള്ള രീതിയിലുള്ള ഡിസൈനുകളാണ് ചെയ്ത് കൊടുത്തത്. താങ്ക് യു സോ മച്ച്. ഓക്കെ.